നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നേരെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ട് പോകും. കോമ്പറ്റീഷനിൽ വിന്നായി ഒന്നാം സമ്മാനം എനിക്ക് കിട്ടാൻ അച്ഛന്റെ അനുഗ്രഹം എനിക്ക് വേണം. അവൾ അവസാന റൗണ്ടിൽ സെലക്ട് ആയി വന്ന് നിന്നപ്പോ അമ്മ ചിരിച്ച് സന്തോഷം നിൽക്കുന്നത് ഞാൻ കണ്ടല്ലോ. അതെ, ശരിക്കും സന്തോഷമൊന്നും ഇല്ലെങ്കിലും അങ്ങനെ അഭിനയിക്കുന്നതല്ലേ നല്ലത്. എടാ, എങ്കിലല്ലേ ആർക്കും ഒരു സംശയം ഉണ്ടാവാതിരിക്കൂ. എന്താ അമ്മ എന്തൊക്കെയാ പറയുന്നത്? അവള് കോമ്പറ്റീഷനിൽ ജയിച്ച് ക്യാഷ് പ്രൈസ് വാങ്ങിച്ച് വരുമ്പോ ഇങ്ങനെ ഒന്നും ചെയ്യാതെ ചിരിച്ചോണ്ടിരിക്കാനാണോ അമ്മയുടെ പ്ലാൻ? എടാ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ, ഇങ്ങനെ കാര്യം അറിയാതെ എന്റെ മുന്നിൽ വന്ന് തുള്ളരുതെന്ന്. എടാ, അവൾ അവസാന റൗണ്ടിൽ സെലക്ട് ആയെന്നല്ലേ ഉള്ളൂ. പാചക മത്സരത്തിന്റെ ഗ്രാൻഡ് ഫിനാലയിൽ മത്സരിച്ചാലല്ലേ നീ ഈ പറയുന്ന ഫസ്റ്റ് പ്രൈസ് അവക്ക് കിട്ടൂ. അതെ, അവളെ ഫൈനലിൽ ഒതുക്കാനായിരിക്കും അമ്മയുടെ പ്ലാൻ അല്ലേ? അതെ. അമ്മ ഇങ്ങനെ ഒരു പഴഞ്ചനായി പോയല്ലോ. ഇവളെയൊക്കെ തുടക്കത്തിൽ തന്നെ എടുത്ത് പുറത്തു കളയുന്നല്ലേ ബുദ്ധി. ഇനി അവസാന നിമിഷം വരെ കാത്തിരുന്ന് എന്തെങ്കിലും പാകപ്പിഴ അമ്മയ്ക്ക് സംഭവിച്ച ഒറ്റ ദിവസം കൊണ്ട് അവള് സ്റ്റാർ ആവും. നമ്മളിവിടെ ഇരുന്ന് അതോർത്ത് കരയും. എടാ മോനെ, അവിടെയാ നിനക്ക് തെറ്റിയത്. അവൾ ഈ മത്സരത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് തടയാനായിരുന്നെങ്കിലേ ഞാനൊരു പൂ പറിച്ച് കളയുന്ന ലാഘവത്തോടെ എപ്പോഴേ ചെയ്തേനെ. ഋതികയുടെയും രാജുവിന്റെയും വീട്ടുകാരുടെ പ്രതീക്ഷ മുഴുവൻ ഈ മത്സരത്തിലാ. ഈ മത്സരത്തിൽ ജയിച്ച് അതിൽ നിന്നും കിട്ടുന്ന സമ്മാന തുക കൊണ്ട് എന്തൊക്കെയോ സാധിച്ചു കളയാന്നുള്ള ചിന്തയിലാ അവരെല്ലാവരും. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഋതിക ജയിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന എല്ലാവരുടെയും തലച്ചോറ് മരവിപ്പിച്ചുകൊണ്ട് ഞാനവളെ ഗ്രാൻഡ് ഫിനാലയിൽ തോൽപ്പിച്ച് നാണം കെടുത്തു. അമ്മയ്ക്ക് അത് യോഗ്യത മത്സരത്തിൽ ചെയ്താ പോരായിരുന്നോ? ഗ്രാൻഡ് ഫിനാലിൽ അമ്മ വിചാരിക്കുന്ന പോലൊക്കെ നടക്കണമെന്നുണ്ടോ? ഒക്കെ നടക്കൂടാ. അതിനുള്ള കരുക്കളൊക്കെ ഞാൻ കൃത്യമായി നീക്കിയിട്ടുണ്ട്. അവള് ജയിക്കൂന്ന് വിചാരിച്ച് രാജുവിന്റെ വീട്ടുകാരൊക്കെ കൊറേ സ്വപ്നം കാണട്ടടാ. ആ സ്വപ്നങ്ങളൊക്കെ തകരുമ്പോഴല്ലേ അവൾക്കും ആ ദരിദ്രവാസികൾക്കും നോവൂ. എല്ലാത്തിന്റെയും മനസ്സ് വേദനിപ്പിച്ച് അപമാനിതരായി തോറ്റു തുന്നം പാടുന്നത് നിനക്ക് കാണണ്ടേ? ഞാൻ പറഞ്ഞ കാര്യം രാജു അച്ഛനോട് പറഞ്ഞു കാണൂ. എന്താ മാഡം, എന്തിനെന്നെ വിളിച്ച? ഞാൻ പറഞ്ഞത് എന്തായി രാജു? എന്റെ പൊന്നോ, വർമ്മ സാറിനോട് ഞാൻ ഒന്നും സംസാരിച്ചില്ല. അതെന്താ? സംസാരിക്കാൻ സമ്മതിച്ചിട്ടല്ലേ ഇവിടുന്ന് പോയത്? ഞാൻ സമ്മതിച്ചെന്നോ? അതോ ഋതിക മാഡം എന്നെ കൊണ്ട് നിർബന്ധിച്ചപ്പോ ഞാൻ ഇവിടുന്ന് സഹിയിട്ട് പോയതാണോ? പറ്റില്ല. എങ്ങനെയാണെങ്കിലും രാജു എന്നോട് അച്ഛന്റെ അനുഗ്രഹം വാങ്ങിച്ചു തരാന്ന് വാക്ക് പറഞ്ഞതാ. ഇനി വാക്ക് മാറാൻ പറ്റില്ല, പറഞ്ഞേക്കാം. ചൂടാവല്ലേ മാഡം, ഞാൻ യാമിനി മാഡത്തിനോട് പറഞ്ഞിട്ടുണ്ട്. മാഡം വർമ്മ സാറിനോട് സംസാരിക്കും. കുക്കിംഗ് കോമ്പറ്റീഷനിൽ ജയിക്കാൻ വർമ്മ സാറ് ഋതിക മാഡത്തെ അനുഗ്രഹിക്കുകയും ചെയ്യും. രാജു, ഞാൻ രാജുവിനെ പറഞ്ഞേൽപ്പിച്ച കാര്യം ചെറിയമ്മ ഏൽപ്പിച്ചോ? ചെറിയമ്മ അച്ഛനോട് സംസാരിക്കൊന്നും ഇല്ല. ചെറിയമ്മ മിക്കവാറും അത് ചെറിയച്ഛനെ ഏൽപ്പിച്ചു കാണും. പോ രാജു. അച്ഛന്റെ അനുഗ്രഹം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പായും കോമ്പറ്റീഷന് ഫസ്റ്റ് പ്രൈസ് വിൻ ചെയ്യായിരുന്നു. കോൺഫിഡൻസ് ഒക്കെ പോയി. മാഡം,
യാമിനി മാഡം, വർമ്മ സാറിനോട് ഋതിക മാഡത്തിന്റെ കാര്യം സംസാരിച്ചോ? ദൈവമേ, ഞാൻ സംസാരിക്കാനോ? ഇല്ല. അ, ഇ- വർമ്മ സാറിനെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാവുന്ന യാമിനി മാഡം പറഞ്ഞല്ലേ? ഞാൻ എപ്പോഴാ രാജു പറഞ്ഞു സമ്മതിച്ചത്? ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴും രാജു എന്നെ നിർബന്ധിച്ച് ഏട്ടന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടതല്ലേ? അം, രാജുവിനോടൊരു കാര്യം പറഞ്ഞ രാജു ചെയ്യണം. അല്ലാതെ യാമിനി ചെറിയമ്മയെ ഏൽപ്പിക്കാനായിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞ പോരായിരുന്നോ? ചെറിയമ്മ അച്ഛനോടൊന്നും പറഞ്ഞു കാണില്ല. ഇല്ല മോളെ, ഞാൻ പറഞ്ഞു. ആ? പറഞ്ഞോ? പറഞ്ഞോ? എന്തു പറഞ്ഞു? ഋതികയ്ക്ക് ചേട്ടനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ദൈവമേ, ചെറിയമ്മ എന്തിനാ അങ്ങനെ പറഞ്ഞത്? എനിക്ക് പറയാൻ പേടിയായിരുന്നു മോളെ. ദേ, വർമ്മ സാർ വരുന്നു. അയ്യോ. വാ. രാജു, ഇവിടെ എന്താ നിന്റെ പിന്നിൽ തന്നെ നിൽക്കുന്നത്? മാഡം, മാഡം മുന്നിലൂടെ നിൽക്ക. നിനക്കെന്തോ അത്യാവശ്യമായിട്ട് എന്നോട് പറയാനുണ്ടെന്ന് യാമിനി പറഞ്ഞു. എന്താ അത്? എന്താ യാമിനി? ഋതുമോളെ പറയേ. പറയും മാഡം. അത് ഞാൻ പിന്നെ എന്താ എന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ളത് മറന്നോ നീ? ശരി, ഓർമ്മ വരുമ്പോ പറഞ്ഞാ മതി. ഞാൻ ഇവിടെ തന്നെ കാണും. അച്ഛാ, പറയേ, ഓർമ്മ വന്നോ നിനക്ക് പറയാനുള്ളത്? മാഡം പറയും മാഡം. അച്ഛൻ നാളെ ഫുഡ് കോമ്പറ്റീഷന്റെ ഫൈനല്. ഞാനിന്ന് വൈകിട്ട് രാജുവിന്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് രാവിലെ നേരെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ട് പോവും. കോമ്പറ്റീഷനിൽ വിന്നായി 1ാം സമ്മാനം എനിക്ക് കിട്ടാൻ അച്ഛന്റെ അനുഗ്രഹം എനിക്ക് വേണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.